ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ഒരു ലോക്കൽ ലോഡ്ജിൽ തന്നെ രണ്ടുപേരും മുറിയെടുത്തു. റാം ഒന്നുകൂടി അഞ്ജലി ഫോൺ വിളിച്ചു. ഇപ്പോഴും സ്വിച്ച് ഓഫ് തന്നെ. പെണ്ണിതുവരെ ഫോൺ ഓൺ ആക്കിയില്ലേ? റാം രാഹുലിനെ നോക്കി ചോദിച്ചു. നീ എന്തിനാ പേടിക്കുന്നേ? അഡ്രസ്സ് ഉണ്ടല്ലോ കയ്യിൽ. നാളെ രാവിലെ തന്നെ പോകാം. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഉണ്ടാകും, രാഹുൽ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ തന്നെ പോവാം, റാം ചോദിച്ചു. വേണ്ട, ഇപ്പം വേണ്ട, സന്ധ്യാസമയമായി. ഇതൊരു നാട്ടിൻപുറമാണ് റാം. നാളെ പോവാം. മനസ്സോടെ റാം സമ്മതിച്ചു. കുറച്ചു നേരം വീണ്ടും ഫോൺ വിളിച്ചു നോക്കി. പിന്നെ ചെറുതായി കിടന്ന് മയങ്ങിപ്പോയി. രാത്രി അത്താഴം കഴിക്കാൻ വേണ്ടി പുറത്ത് പോവാൻ വേണ്ടി രാഹുൽ വിളിച്ചു. റാം വേഗം പോയി ഫ്രഷായി. കയ്യിലുള്ള ഒരു വെള്ളം കൊണ്ടും ഒരു ഒലിവ് ഷെയ്ഡ് ഗ്രീൻ ഷർട്ടും എടുത്ത് ധരിച്ചു. നീ എന്താ ഇത്ര ഒരുക്കം? രാഹുൽ ചോദിച്ചു. ഒന്നുമില്ല, എനിക്ക് ഇനി കാത്തിരിക്കാൻ വയ്യ. മതിൽ ചാടിയാണെങ്കിലും അവളുടെ വീട്ടിൽ പോകണം. ഇന്ന് അവളെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. റാം പറയുന്നത് കേട്ട് രാഹുൽ ചിരിച്ചു. കാതൽ മനൻ വാ, ഇപ്പോൾ ആദ്യം ഫുഡ്, എന്നിട്ട് പോവാം. തട്ടുകടയിൽ നിന്നും രണ്ടുപേരും ദോശയും ഓംലേറ്റും എല്ലാം തട്ടി അകത്താക്കി. കയ്യിലുള്ള അഡ്രസ്സ് പിടിച്ച് പതുക്കെ കുറിച്ച് നടന്നു. ഏകദേശം അവളുടെ അച്ഛൻ്റെ ആദ്യത്തെ പലചരക്ക് കടയുടെ മുന്നിലെത്തി. ഇത് അപ്പാവുടെ ഷോപ്പ്, അങ്ങനെ എന്തോ പറഞ്ഞു ഓർമ്മയുണ്ട്. ഇതിൻ്റെ അടുത്ത് എവിടെയാണ് റാം പറഞ്ഞു. വാ, കുറച്ചുകൂടെ നടക്കാം. രാഹുലും അവനും മുന്നോട്ട് പോയി. ചെറിയ ഓടിട്ട ഒരു പഴയ മോഡൽ വീടിൻ്റെ മുന്നിൽ നിന്നും അഡ്രസ്സ് വെച്ച് നോക്കുമ്പോൾ ഇതാണ് വീട്. ഈ രാത്രി ഇതിനുള്ളിൽ കയറി ഒരു പെണ്ണിനെ വായി നോക്കി പോകുന്ന ശരിയാണോ? രാവിലെ വരെ ഒന്ന് കാത്തിരുന്നോടെ? രാഹുൽ ചോദിച്ചു. മുടിയാത്, റാം ഗൗരവത്തിൽ പറഞ്ഞു. എന്നാ മോൻ പതുക്കെ മതിൽ ചാടിക്കോ. എന്നിട്ട് നോക്ക്, 2 ജനൽ തുറന്ന് കിടക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒന്നിൽ നിന്റെ പെണ്ണുണ്ടോ എന്ന് റാം കൈ പൊക്കി ഒന്ന് കാണിച്ച് മുണ്ട് മടക്കി കുത്തി പതുക്കെ മതിൽ ചാടി. നീ ആ തട്ടുകട അവിടെ നിന്നോ, ഞാൻ വിളിക്കാം, റാം പറഞ്ഞു. ആക്രാന്തം കാണിക്കലേ, നിന്റെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട്, രാഹുൽ പറഞ്ഞു. റാം ചിരിച്ചുകൊണ്ട് അവനെ നോക്കി കൈ വീശി. കള്ളനെ പോലെ പമ്മി ഒരു ജനലിൻ്റെ അടുത്ത് പോയി നോക്കി. അവിടെ അവളുടെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിലത്ത് പായ വിരിച്ചുറങ്ങുന്ന അമ്മയും. പ്രതീക്ഷയുടെ അടുത്ത ജനലിൽ നോക്കി. തിരിഞ്ഞു കിടക്കുന്ന ഒരു പെണ്ണിൻ്റെ രൂപം. മുഖം ഒന്നും കാണുന്നില്ല. ധാവണിയാണ് വേഷം. തിരിഞ്ഞു കിടന്ന് ശ്വാസം എടുക്കുമ്പോൾ അവളുടെ ഇടുപ്പും വയറും എല്ലാം പൊന്തിപ്പോകുന്നത് അവൻ നോക്കി നിന്നും. ബാക്ക് ഫിഗർ പാത്ത് നമ്മ ആൾത്താ, അവൻ മനസ്സിൽ പറഞ്ഞു. പക്ഷെ മുന്നാടി കാണുന്നില്ല, അവൻ മനസ്സിൽ ചിന്തിച്ചു. പെട്ടെന്നാണ് അഞ്ജലി ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നത്. സുഖമായി കിടന്നുറങ്ങുന്ന അവളുടെ മുഖം കണ്ടവന് ശ്വാസം പോലും കിട്ടാത്ത പോലെ. ഒരുപാട് നാളുകൾക്ക് ശേഷം കാണാൻ ആഗ്രഹിച്ച മുഖമിതാ തൻ്റെ മുന്നിൽ. ജനലിലൂടെ കൈയിട്ട് അവളുടെ കവിളിൽ അവൻ തലോടി. ഡി എരുമേ, ഇങ്ക പാര്, അവൻ അവളെ കവിളിപ്പിച്ചി. റാം, റെയിൽവേ സ്റ്റോപ്പ് ആയോ? സ്വപ്നത്തിൽ എന്ന പോലെ കണ്ണടച്ചുകൊണ്ട് അഞ്ജലി പറഞ്ഞു. ഡിഡി, കനവല്ല ഇത്, ഞാൻ ശരിക്കും വന്നു, കണ്ണ് തുറന്ന് നോക്ക്. അഞ്ജലി പതിയെ കണ്ണ് തുറന്ന് നോക്കി. പെട്ടെന്ന് അവനെ ജനലിൽ കൂടി കണ്ടപ്പോൾ ഞെട്ടി വേഗം എണീറ്റു. ഒന്നുകൂടി കണ്ണ് തിരുമ്പി നോക്കി. ഞാൻ ചെന്നൈയിലാണോ? അഞ്ജു അവനെ നോക്കി ചോദിച്ചു. നീ മുതലേ വാതിൽ തുറന്ന് പുറത്ത് വാ, റാം ഗൗരവത്തിൽ പറഞ്ഞു. അയ്യോ, ഇതെൻ്റെ വീടല്ലേ, അഞ്ജലി പറഞ്ഞു. പോയി വാതിൽ തുറക്കടി, പല്ല് കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അഞ്ജലി വേഗം അടുക്കള വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. എവിടെ സ്വപ്നമാണോ ഇനി? ചുറ്റും നോക്കി. അപ്പോഴേക്കും 2 കൈ അവളെ പുറകിൽ നിന്നും പൊക്കിയെടുത്ത് പിന്നീടുള്ള വിറകുപൂരയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. പെർഫ്യൂം ഗന്ധം കൊണ്ട് തന്നെ അത് റാമാണെന്ന് അവൾക്ക് മനസ്സിലായി. അടുക്കളയുടെ അവിടെ ഇട്ട പുറത്തെ ബൾബിൻ്റെ നേരിയ വെളിച്ചം മാത്രമേ ഉള്ളൂ. റാം അവളെ താഴെ നിർത്തി. അവൻ്റെ നേരെ തിരിച്ചു നിർത്തി. റാം എന്താ ഇവിടെ? എന്നാ നിനച്ചേ? ഉന്നട മനസ്സിലായി. തമിഴന്മാരെ പരിചയ ഇവിടെ കേരളത്തിൽ വന്ന് സുഖിച്ച് ജീവിക്കാന്നോ? ഞാനൊന്നും പറ്റിച്ചില്ല, അഞ്ജലി പറഞ്ഞു. ഓ, ഒന്നും തെരിയാതുനക്ക്, റാം കളിയാക്കി പറഞ്ഞുകൊണ്ട് അവളെ ഇടുപ്പിൽ പിടിച്ചു. അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. 2 നാൾ തൂക്കം പോച്ച് തെറിയോ? അവൻ പുരികമുയർത്തി ചോദിച്ചു. അഞ്ജലി അന്തം വിട്ട് അവനെ നോക്കി. മരമണ്ടയ്ക്ക് പുരയില്ല. എനിക്ക് ഉന്നെ പിടിച്ചിருக்கு. നീ പറഞ്ഞ പോലുള്ള സ്പെഷ്യൽ ലവ് അല്ല, ഇത് കാതൽ. പുനിതമാന കാതൽ. മലയാളത്തിൽ എന്താ പറയാ? പരിശുദ്ധമായ പ്രണയം. മനസ്സിലായോ ഗുണ്ടുമണി? അവളുടെ കവളിൽ വലിച്ചുകൊണ്ടവൻ പറഞ്ഞു. അഞ്ജലി അവനെ പകപ്പോടെ നോക്കി. സത്യാണോ? സത്യമല്ലാതെ പിന്നെ എനിക്ക് വട്ടാണോ? എനിക്ക് ചിറ്റൂർ നിന്നെ മാത്രമേ അറിയുള്ളൂ, കുട്ടികളെപ്പോലെ പറയുന്ന അവനെ നോക്കി അഞ്ജലി ചിരിച്ചു. ഇപ്പിടി ചിരിച്ചു പേസിതാ മാമനെ നീ കറക്റ്റ് പണത്. അവളെ ഒന്നുകൂടി ഇറക്കി പിടിച്ചു അവൻ. ഞാൻ പറഞ്ഞതോ അതിൽ വീഴാൻ? അഞ്ജലി തിരിച്ച് ചോദിച്ചു. അയ്യോ, വീണ് കഴിഞ്ഞപ്പോൾ താൻ ഈ മലയാള പെണ്ണാവല്ലേ? എന്നെ തേച്ചിട്ട് പോവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അപ്പം നോക്കാം. ഉണ്ടെങ്കിൽ? അഞ്ജലി അവൻ്റെ മീശയും താടിയും തൊട്ടുകൊണ്ട് ചോദിച്ചു. റാം അവളെ നോക്കി നിന്നും. വയറ്റിലൊന്നിനെ ആക്കിത്തരും, അപ്പം എനിക്ക് കൂടി നിന്നിൽ അവകാശമുണ്ടെന്ന് പറയാലോ, പതുക്കെ അവളുടെ കഴുത്തിൽ അടുത്ത ചെവിയിൽ അവൻ പറഞ്ഞു. അഞ്ജലി ചുവന്ന് തൊടുത്തു പോയി.
വിരലുകൾ ഒന്നുകൂടി അവൻ്റെ ഷട്ടിൽ മുറുകി. റാം അവളുടെ മുഖമെടുത്തുയർത്തി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. പതുക്കെ രണ്ട് കവളിലും അഞ്ജലി അവനെ നോക്കി നിന്നു. റാം, മതി മതി പോ, നമുക്ക് നാളെ പകൽ സംസാരിക്കാം. അഞ്ജലി അവനിൽ നിന്നും മാറാൻ തുടങ്ങിയതും റാം ഒന്നുകൂടി ബലമായി പിടിച്ച് അവളെ ഭിത്തിയിൽ ചാരി ലോക്ക് ചെയ്ത് നിർത്തി. എനിക്കുണ്ട് സംസാരിക്കാൻ, നാളെ സംസാരിക്കണം. അത് നിന്നേക്കാൾ എനിക്ക് ആവശ്യമാണ്. പക്ഷേ ഇപ്പോൾ വെറുതെ പോവാൻ പറ്റില്ല. 2 ദിവസം എൻ്റെ ഉറക്കം കളഞ്ഞു. മോൾ സിനിമ സ്റ്റൈൽ ലെറ്റർ എഴുതി പോയതല്ലേ, എനിക്ക് നിന്നെ വെറുതെ വിടാൻ തോന്നുന്നില്ല. എന്തായാലും ഈ രാത്രി റിസ്ക് എടുത്ത് വന്നിട്ട് ഇങ്ങനെ വിടാൻ പറ്റില്ലല്ലോ, ഗൗരവത്തിൽ റാം പറഞ്ഞു. പിന്നെ അഞ്ജലി ചോദിച്ചു. മുത്തം വേണം. അവളെ കണ്ണിൽ നോക്കി അവൻ പറഞ്ഞു. പോയേ ഉന്തിത്തള്ളാൻ നോക്കിയതും അവൻ്റെ നെഞ്ച് അവളെ മാറിലമർന്നു. അഞ്ചു മുഖം ഉയർത്തതെ ശ്വാസം പിടിച്ചു നിന്നും. മോശുവിട്, ഇല്ലനാ നീ സത്തുപോവും. അവളെ നെഞ്ചിൽ ചൂണ്ടുവിരൽ കൊണ്ടുവന്ന് അമർത്തി അവൻ പറഞ്ഞു. അഞ്ജലി അവൻ്റെ വിരൽ തട്ടിമാറ്റി ദേഷ്യത്തോടെ അവനെ നോക്കി. അപ്പോഴേക്കും അവളുടെ കഴുത്തിൽ വിരലുകൾ കൊണ്ട് പിടിച്ച് അവൻ്റെ ചുണ്ടുകൾ അവൾക്കൊരു ദീർഘചുംബനം നൽകിയിരുന്നു. അവളുടെ ഇരു ചുണ്ടുകളും അവൻ ആവേശത്തോടെ നുണഞ്ഞുകൊണ്ടിരുന്നു. അഞ്ജലി ആദ്യമൊന്ന് പതറുകയെങ്കിലും തിരിച്ചവളും അവനെ ചുംബിച്ചു. റാം തൻ്റെ പരിഭവമെല്ലാം അവളുടെ ചുണ്ടിൽ കടിച്ചുകൊണ്ട് തീർത്തു. എരിവ് വലിച്ചുകൊണ്ട് അഞ്ജലി അവനെ ഉന്തിത്തള്ളി. പാവല്ലേ, അവൻ വീണ്ടും അവളുടെ കവിളിലും കഴുത്തിലുമായി ചുംബിച്ചുകൊണ്ടിരുന്നു. കഴുത്തിലും ചുംബിച്ചുകൊണ്ട് തന്നെ അവൻ്റെ പരുക്കൻ കൈ തൻ്റെ മാറിലെന്ന് അവൻ അമർത്തി നോക്കി. അഞ്ജലി അറിയാതെ തന്നെ അവനെ ഉന്തിത്തള്ളി. അവൻ പിന്നിലേക്കൊന്ന് വീഴാൻ പോയെങ്കിലും ബാലൻസ് ചെയ്ത് നിന്നു. എന്നാച്ച് അംഗത്തോടെ കൂടാതാ ഇടുപ്പിൽ കൈ വെച്ച് അവളുടെ മാറിൽ നോക്കി അവൻ ചോദിച്ചു. ചുംബനത്തിൻ്റെ ഇടയിൽ തന്നിൽ നിന്നും അഴിഞ്ഞു കിടക്കുന്ന ഷാളെല്ലാം അവളെ ശ്രദ്ധയിൽ അപ്പോഴാണ് കണ്ടത്. അയ്യോ അമ്മേ എന്നും പറഞ്ഞ് അഞ്ജലി വേഗം തിരിഞ്ഞു നിന്നു. റാം ചിരിച്ചുകൊണ്ട് തൻ്റെ മുണ്ടൊന്ന് കൂടി മുറുക്കി കുത്തി. തിരിഞ്ഞു നിൽക്കുന്ന പെണ്ണിൻ്റെ കഴുത്തിൽ മുഖം ചേർത്ത് ചോദിച്ചു. എന്തിനാ വിഷമിക്കുന്നേ? ഞാനല്ലേ, ഞാൻ പാവല്ലേ? റാം കുട്ടികളെപ്പോലെ ചോദിച്ചു. വൃത്തികെട്ട മനുഷ്യ, എൻ്റെ വീട്ടിൽ നിന്ന് വേഗം പോ, അഞ്ജലി പതുക്കെ കപടദേഷ്യത്തിൽ പറഞ്ഞു. നിലത്ത് പകുതി കിടക്കുന്ന ഷാൾ എടുത്ത് അവളുടെ മേലിട്ട് അവൻ പറഞ്ഞു. എന്നാ ഇതിട്ടോ, ഇനി ഞാനും ചെയ്തെന്ന് പറയണ്ട. അഞ്ജലി വേഗം അത് വാങ്ങി തൻ്റെ ഇടുപ്പിൽ കുത്തി മാറും മറിച്ച് അവനെ നോക്കി തിരിഞ്ഞു. എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കുന്നേ? സ്നേഹം കൊണ്ടാണ് ഉമ്മ വെച്ചത്, അറിയാതെ കൈ തട്ടിപ്പോയതാ. നിലത്ത് നോക്കി പറയുന്നവനെ അടിച്ചുകൊണ്ട് അഞ്ജലി പറഞ്ഞു. അറിയാതെയാണോ? പറ, അറിയാതെയാണോ? ഇതിനു മുൻപും ഇതുപോലെ ഇടയ്ക്ക് കൈ പോകുന്നുണ്ട്. ഇന്ന് കുറച്ചധികം. ദേഷ്യത്തിൽ അവനെ തല്ലുന്ന പെണ്ണിനെ കൈ പിടിച്ച് ബാക്കിലാക്കി. ആ മടി തെരിഞ്ഞതാ പണ്ണ്, അതൊക്കെ എന്നെ ഇപ്പോൾ ഇനിയും ചെയ്യും, പലതും ചെയ്യും. നീ എൻ വൈഫ് ഡി, മൈ സ്വീറ്റ്സ് പൊണ്ടാട്ടി. അവനവളുടെ ഉണ്ടക്കവളിൽ ഒരു കടി കൊടുത്ത് അവളെ പ്രണയത്തോടെ നോക്കി. എൻ്റെ ദൈവമേ, ഈ തമിഴ് ഇത്ര റൊമാൻറ്റിക് ആണോ? അഞ്ജലി സ്വയം മനസ്സിലാലോചിച്ചു. എന്നാ യോസിച്ചിട്ട് പാറുക, റാം ചോദിച്ചു. ശരിക്കും ഇത്ര റൊമാൻറ്റിക് ആണോ? അഞ്ജലി ചോദിച്ചു. എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് മാത്രം, റാം അവളുടെ ചെവിയിൽ പറഞ്ഞു. അപ്പോൾ അന്ന് കണ്ടപ്പോൾ ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഒരു ചൂടൻ മുരടിച്ച സ്വഭാവമുള്ള മനുഷ്യൻ, അഞ്ജലി കാര്യമായി പറഞ്ഞു. അവനവളെ ഇടുപ്പിൽ പിടിച്ച് ഒന്നുകൂടി മുറുകി. ഇപ്പം ചെയ്യുന്ന പോലെ അപ്പം ചെയ്യാൻ പറ്റുമോ? അപ്പം ഞാൻ എന്താ പീഡകനാണോ? ഒരു പെണ്ണിനെ കാണുമ്പോൾ തന്നെ ഉമ്മ വയ്ക്കാൻ അവളുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് ചോദിച്ചു. അതിനിപ്പോൾ എന്തിനാ ഉമ്മ വയ്ക്കുന്നേ? ഒരു കവളിൽ പിടിച്ചുകൊണ്ട് അഞ്ജലി ചോദിച്ചു. എനിക്കിഷ്ടമായതുകൊണ്ടാ ഉണ്ടക്കവൾ ഉമ്മ വെച്ചതിപ്പോൾ കുറച്ച് താഴ്ന്ന പോലെയായി. അവൻ തൊട്ട് നോക്കി പറഞ്ഞു. രാവിലെ കാണാം, ഇപ്പം പോ. എവിടുന്നാ കാണാം? അഞ്ജലി ചോദിച്ചു. എനിക്കങ്ങനെ അറിയും, നിൻ്റെ നാട്ടിലേ? റാം ചോദിച്ചു. ഇവിടെ അടുത്ത് രാപ്പാടി പറഞ്ഞൊരു പാർക്കുണ്ട്, അങ്ങോട്ട് വരുമോ? വരാം, റാം പറഞ്ഞു. എങ്കിൽ ഞാൻ പോട്ടെ? അഞ്ജലി ചോദിച്ചു. പതുക്കെ. അവൻ അവളുടെ പിടി വിട്ടു. അഞ്ജലി തിരിഞ്ഞു നടന്നു. പിന്നിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. തന്നെ നോക്കി നിൽക്കുന്ന റാം അഞ്ജലി ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കളിൽ ഒരു കടി കൊടുത്തു. ഇനിയിപ്പോൾ വേഗം അഞ്ജലി അവനെ ഒന്തി ഓടിപ്പോയി. കടി കിട്ടിയ കവളിൽ തലോടിക്കൊണ്ട് റാം നോക്കി നിന്നു. രാഹുൽ തട്ടുകടയിൽ നിന്ന് നല്ല ഫുഡടിയായിരുന്നു. റാം മുണ്ട് മടക്കി കുത്തി ചെറിയ പുഞ്ചിരിയുമായി അവൻ്റെ അടുത്തേക്ക് വന്നു. കണ്ടോ? രാഹുൽ ചോദിച്ചു. കണ്ടു, റാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വേണമെങ്കിൽ എന്തെങ്കിലും കഴിക്ക്, രാഹുൽ പറഞ്ഞു. വേണ്ട, എൻ്റെ വിശപ്പെല്ലാം തീർത്തിട്ടാണ് ഞാൻ വന്നത്, റാം കളിയായി പറഞ്ഞു. രാഹുലും അത് കേട്ട് പുഞ്ചിരിച്ചു. പിറ്റേ ദിവസം പാർക്കിൽ റാം അവളെ കാത്തിരുന്നു. രാഹുൽ കാര്യമായി വായി നോക്കിയിരിക്കുകയാണ്. അഞ്ജലി അവൻ്റെ അടുത്തേക്ക് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. രാഹുൽ അവളോട് ചിരിച്ചുകൊണ്ട് ഫോൺ പിടിച്ച് മാറി നിന്നു. റാം അവൾക്ക് നേരെ കൈ നീട്ടി. അഞ്ജലി അവൻ്റെ കയ്യിൽ കൈ ചേർത്ത് പിടിച്ച് രണ്ടുപേരും കുറച്ചു നേരം നടന്നു. അഞ്ജലി, ഇനി നീ എന്നെ തനിയെ വിട്ടിട്ട് പോകരുത്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിന്നെ ഇഷ്ടമെന്ന് വെച്ചാൽ നിന്നെ കല്യാണം കഴിക്കണം, ആ ഒരു ഇഷ്ടം. ഇനി എനിക്ക് കൺഫ്യൂഷനാണ്, മനസ്സിലായില്ല എന്നൊന്നും പറയരുത്. മലയാളത്തിൽ പറഞ്ഞത്
ഞാൻ കറക്റ്റല്ലേ? ഇനി തമിഴിൽ പറയണോ? റാം അവളെ നോക്കി ചോദിച്ചു. വേണ്ട, ചിരിച്ചുകൊണ്ട് അഞ്ജലി പറഞ്ഞു. അപ്പോൾ തമിഴിൻ്റെ പൊണ്ടാട്ടി അവൻ ഇഷ്ടമാണ്? റാം അവളുടെ അടുത്തുള്ള ബെഞ്ചിലിരുന്നുകൊണ്ട് ചോദിച്ചു. ആദ്യം കണ്ടപ്പോൾ ഇഷ്ടമാണ്, അഞ്ജലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കേരളം തമിഴ്നാട് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു കൾച്ചർ വ്യത്യാസം ഉണ്ടാവുള്ളൂ. കാലയിൽ എഴുന്നേൽക്കാൻ മടിയുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ മാറ്റിയെടുത്തോളാം. എൻ്റെ കൂടെ കിച്ചണിൽ നമുക്ക് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ നീ വേണം ഇനി ഫ്ലാറ്റിൽ മുന്നിൽ കോലം പോടാൻ. റാം അവളെ നോക്കി പറഞ്ഞു. കോലം ഇടാന്ന് എനിക്കറിയില്ല, അഞ്ജലി പറഞ്ഞു. പറവായില്ല, ഞാൻ പഠിപ്പിച്ചു തരാം. കല്യാണം കഴിഞ്ഞ പെണ്ണ് വീട്ടിലുണ്ടാകുമ്പോൾ അവളാണ് അതൊക്കെ ഇടേണ്ടത്. ഞാനിട്ടിരുന്നു, അമ്മയ്ക്ക് വയ്യാതെയായ ശേഷം മാത്രം. പിന്നെ നീ ഇനി ക്ലീനിങ് ജോലി ചെയ്യണ്ട, റാം അവളെ നോക്കി പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ വീട്ടിലിരുന്ന് അമ്മയെ നമ്മുടെ കുട്ടികളെ നോക്കിയിരുന്നോളാം, അഞ്ജലി പറഞ്ഞു. അയ്യടാ, അതിനല്ല, നിന്നെ ഞാൻ +2 എഴുതിപ്പിക്കും. പിന്നെ ഏതെങ്കിലും ഡിഗ്രി എന്നിട്ട് മതി കുട്ടി, റാം അവളുടെ കവളിൽ പറഞ്ഞു. ഇതൊക്കെ ഞാൻ പാസ്സായി വരുമ്പോൾ എത്ര കൊല്ലം എടുക്കും? അതുകൊണ്ട് വെറുതെ സമയം കളയണ്ട, അഞ്ജലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ സുഖിച്ചിരിക്കണ്ട മോള്, പഠിക്കണം, പഠിച്ച് ജോലി വാങ്ങണം. എന്നെ ഇനി നീ കൂടി ഫിനാൻഷ്യലായി ഹെൽപ്പ് ചെയ്യണം, റാം പറഞ്ഞു. അഞ്ജലി മുഖം വീർപ്പിച്ചിരുന്നു. പഠിത്തം പണ്ട് വീർത്തുപോയി. ഇവനാണെങ്കിൽ പഠിപ്പിച്ചു വിട്ടേ മതിയാവുള്ളൂ. എന്നാ ഗുണ്ടുമുളക് കോപമായിരിക്ക, അവളെ ചാടി വയറിൽ പിച്ചിക്കൊണ്ട് ചോദിച്ചു. ഞാൻ അത്ര തടിച്ച പെണ്ണൊന്നുമല്ല, ദേഷ്യത്തിൽ അഞ്ജലി പറഞ്ഞു. പിന്നെ നീ എന്നാ സ്ലിം ഫിഗറാണോ? റാം ഉറക്കെ ചിരിച്ചു. അഞ്ജലിക്ക് ദേഷ്യം വന്നു. എനിക്ക് ഉയരമില്ലാത്തത് കൊണ്ട് കുറച്ച് ഉരുണ്ട പോലെ തോന്നാണ്, അഞ്ജലി ദേഷ്യത്തിൽ പറഞ്ഞു. ഇത് അതൊന്നുമല്ല, നിനക്ക് ഉയരമില്ല, പിന്നെ നോർമൽ തടിയല്ല, കുറച്ച് വണ്ണമുള്ള പെണ്ണ് തന്നെയാണ്. അതിന് നീ എന്തിനാ അതൊരു കുറച്ചിലായി കാണുന്നത്? നീ എങ്ങനെയാണോ അങ്ങനെ കണ്ടിട്ട് തന്നെയല്ലേ ഞാൻ നിൻ്റെ കൂടെ ഇഷ്ടപ്പെട്ട് നടക്കുന്നേ, റാം ഒന്നുകൂടി അവളെ വയറിൽ പിച്ചി. ഈ പിച്ചുന്ന സ്വഭാവം നിർത്തിക്കോ, അഞ്ജലി ദേഷ്യത്തിൽ വിരൽ ചൂണ്ടി. എന്നാൽ ഇതൊക്കെ നീ ഒന്ന് കുറയ്ക്കേ, ഇങ്ങനെ ചാടി വയർ കണ്ടാൽ ഞാൻ പിച്ചും മാന്തും, റാം ദേഷ്യത്തിൽ പറഞ്ഞു. നോക്കിക്കോ, ഞാൻ സ്ലിം ആവും, റിയ ചേച്ചിയെ പോലെ. നീ എന്തെങ്കിലും ചെയ്യ്, അതിനെന്തിനാ എൻ്റെ ഫ്രണ്ടിൻ്റെ പേരിടുന്നത്, റാം അവളോട് ചോദിച്ചു. അഞ്ജലി കുശുമ്പ് പിടിച്ചു മിണ്ടാതെ നിന്നു. ഡി, ഇന്ന് രാത്രി ഞാൻ തിരിച്ചു പോകും, അമ്മയെ കൊണ്ടുവരും. 2 ദിവസം കൊണ്ട് നിൻ്റെ വീട്ടിൽ വന്ന് നമ്മുടെ കാര്യം പറഞ്ഞു. നിൻ്റെ വീട്ടുകാരുടെ സമ്മതത്തോടെ തിരിച്ച് മദ്രാസ് കൊണ്ടുപോകും. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നിനി പറയരുത്, റാം ഗൗരവത്തിൽ പറഞ്ഞു. ശരിക്കും? സന്തോഷത്തിൽ അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അവളെ നോക്കി. അവളെ നിന്ന് ആഞ്ഞു പുണർന്നു. വിട് വിട്, ഇത് നിങ്ങളുടെ മദ്രാസ് ഒന്നുമല്ല, ഗ്രാമമാണ്. അഞ്ജലി വേഗം അവനിൽ നിന്ന് മാറി. അവൻ കയ്യിലുള്ള റിംഗ് ബോക്സ് എടുത്ത് അതിൽ നിന്നും റിംഗ് എടുത്ത് അവളുടെ വിരലിലിട്ടു. ആ വിരലിൽ ചുംബിച്ചു. ഇത് എൻ്റെ വാക്കാണ്, ഇനി എന്നെ പരിച്ചു പോവരുത്, റാം കാര്യമായി പറഞ്ഞു. ഞാനിനി നിന്നെ വിട്ടു പോവില്ല, കറുപ്പ, അഞ്ജലി അവൻ്റെ മേശയിൽ പിടിച്ചു പറഞ്ഞു. റാം അവളെ നോക്കി കണ്ണൊട്ടി പേടിപ്പിച്ചു. അഞ്ജലി ചിരിച്ചുകൊണ്ട് അവൻ്റെ തുള്ളിൽ തല ചേർത്തിരുന്നു. കുറച്ച് സമയം അങ്ങനെ ഇരുന്ന ശേഷം അവൻ തന്നെ അവളെ തിരിച്ച് വീട്ടിൽ പറഞ്ഞു വിട്ടു. അടുത്ത വരവ് ഉടനെ ഉണ്ടാകുമെന്നും അത് നിന്നെ സ്വന്തമാക്കാനാണെന്നും പറഞ്ഞ് അവൻ കണ്ണിലൂടെ അവളോട് പറഞ്ഞു.